ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഒരു സുന്ദരമായ ബീച്ചുണ്ട്. ഇവിടെ മാത്രമല്ല, മാൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ടെന്ന് വെച്ചാൽ ഏതറ്റം പോയാലും നമുക്ക് വെള്ളമേ കാണാൻ പറ്റുള്ളൂ. അത്രയും സുന്ദരമായ ഒരു രാജ്യമാണ്. വെള്ളം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? കടലിൽ നമ്മൾ കളിച്ചാൽ കയറാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്ക്. അത്തരത്തിൽ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ ആ ഒരു എന്താ കടലിന്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, നാട്ടിലായിരുന്നപ്പോഴും ഞങ്ങൾ കുട്ടികളെയും കൊണ്ടൊക്കെ കടപ്പുറത്ത് പോയിട്ടേ മണ്ണപ്പം ചുട്ടും പിള്ളേർ കൊട്ടാരം ഉണ്ടാക്കി ഞാനും കൂടെ കൂടും കേട്ടോ. അവരെയും കാട്ടിൽ ചെറുതാണ് ഞാൻ പലപ്പോഴും. അപ്പോൾ മണ്ണപ്പം ചുട്ട് കളിക്കണതും ഈ കൊട്ടാരം ഉണ്ടാക്കുമ്പോഴത്തേക്കും തട്ടിയിടുന്നതും ചവിട്ടി പൊളിക്കണതും, പിന്നെ എൻ്റെ അനിയനൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ രണ്ടുപേരെ മണ്ണിൽ പൂട്ടി വെക്കും, കാലെല്ലാം അതിനകത്ത് മൂടി വെച്ചിട്ട് തൂക്കിക്കൊണ്ട് എറിയുകയും ഒക്കെ ചെയ്യും. അതൊരു ഭയങ്കര വൈബാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മണൽത്തരികളൊന്നും ഇവിടെ കാണാനില്ല. ഉണ്ട്, നല്ലൊരു ബീച്ച് നമുക്കുണ്ട്. മെലിഹായിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടുത്തെ സാൻഡ് ബീച്ച് ഞങ്ങൾ കണ്ടായിരുന്നു. നല്ലൊരു ബീച്ചാണ്, വളരെ ഭംഗിയുള്ള, ഒത്തിരി ആൾക്കാർ വന്ന് പോണ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണത്. പക്ഷെ എൻ്റെ തൊട്ടടുത്തുള്ള, അതായത് എൻ്റെ ഇവിടെ സാൻഡ്ബോൾസ് ബേയിലുള്ള ഒരു കുഞ്ഞു ബീച്ചിനെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ എന്ന് വിചാരിക്കും അവിടെ പോകണം, കാണിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും നമുക്ക് ബീച്ച് കാണാൻ പോവാം. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കുഞ്ഞു പാർക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാനും മനസമാധാനത്തോടെ ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു കുഞ്ഞു പാർക്കാണ്. നമ്മുടെ നാട്ടിൽ വേർതിരിക്കപ്പെട്ടു പോയ ഒരു പൂവാണ് അരളിപ്പൂവ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും സുന്ദരി, അതിസുന്ദരിയായ ഒരു പൂവാണ് അരളിപ്പൂവ്. ഇവിടെ എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും അരളിപ്പൂവിനെയാണ് കാണാൻ പറ്റുന്നത്. അത്രയ്ക്ക് പൂത്തുലഞ്ഞ്. ഇപ്പൊ ശരിക്കും ഇതിന്റെ സീസൺ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പൂക്കളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. എവിടെ പോയാലും നമുക്ക് അരളിപ്പൂ കൊണ്ട് നിറഞ്ഞു നിൽക്കണ കാണാമായിരുന്നു. ഇപ്പൊ അരളിപ്പൂവൊക്കെ കുറഞ്ഞു. അടുത്ത സെക്ഷൻ പൂക്കളുടെ ഒരു കരിഞ്ഞു തുടങ്ങിയ ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ, അല്ല മഴയൊന്നും ഇവിടെ വരുമായിരിക്കില്ല കേട്ടോ, നാട്ടിലുള്ള പോലെയാണ് പറയണത്, മഴയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അടുത്ത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് പൂത്തുലയോ എന്നാണ്. അത്ര അതീവ സുന്ദരിയാണ് അരളിപ്പൂവ്. ഇവിടെ ആരും അതിന് പേടിക്കാറൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്ന വളരെ വിഷമകരമായ സംഭവം ആയതുകൊണ്ടാണ് അത്രയും നമ്മൾ റെസ്ട്രിക്ഷൻ ഇപ്പൊ പറയുന്നത്. എന്തായാലും ഏറ്റവും മനോഹരിയായ പൂക്കളാണ് അരളിപ്പൂക്കൾ. അപ്പോൾ അതുള്ള ഒരു കൊച്ചു പാർക്കാണിത്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് ഇവിടുന്ന് നമ്മുടെ ബീച്ചിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ബീച്ചിലെത്താറായി. തൊട്ടടുത്തായിട്ടോ, ഒരു 3 മിനിറ്റ് എനിക്ക് ഇവിടെ നടക്കാനേ ഉള്ളൂ ബീച്ചിൽ വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാർക്കിന്റെ തൊട്ടടുത്താണ് ബീച്ച്. ആക്ച്വലി വളരെ മനോഹരമായ ബീച്ചാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാ, ഒന്നും പറയാനില്ല. ഇതിവിടുത്തെ ഫ്ലാറ്റുകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയില്, വെള്ളയും മഞ്ഞയും നിറഞ്ഞ കളറിലുള്ള ഫ്ലാറ്റും വീടും ഒക്കെ എവിടെ ഉള്ളൂ. പാർക്കിങ്ങും അതുപോലെ തന്നെ കൃത്യമായ സ്ഥലങ്ങളിൽ തന്നെയാണ് എല്ലാവരും പാർക്ക് ചെയ്തേക്കുന്നത്. എല്ലാവരുടെ കൂടെയും ഒരു പട്ടിയാണ് കേട്ടോ. പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതാണ് നമ്മുടെ ബീച്ച്. കണ്ടോ, ഇത് കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം മേളിൽ നിന്ന് ബീച്ചിൻ്റെ ഒരു വ്യൂ കണ്ടിട്ട് താഴോട്ട് പോകാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബീച്ചിൻ്റെ ഏകദേശമുള്ള ഒരു ഐഡിയ കിട്ടും. സൂര്യൻ അസ്തമിക്കാറായി വരെയാണ്, വലിയ ഭംഗിയായിട്ട് അതിങ്ങനെ നിൽക്കുക. കണ്ടോ, ഇത് നമ്മുടെ പാറക്കെട്ടുകളാണ്. വളരെ മനോഹരമായിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന, നേരം രാത്രിയായപ്പോലും ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നാറില്ല. അത്രയ്ക്കും എൻജോയ്ഫുള്ളാണ് ഇവിടുത്തെ ബീച്ച്. നമ്മുടെ ഏരിയയെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽസ് ആട്ടോ, ഏരിയ മാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറച്ച് പടകുകളുണ്ട് ഇവിടെ. സ്റ്റെപ്പ് ഇറങ്ങി വേണം നമുക്ക് ശരിക്കും ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പടക് ഇറങ്ങുമ്പോഴത്തേക്കും മനസ്സിന് എന്ത് സന്തോഷമാണെന്നറിയാം. അത്ര രസമാണ് ഇവിടെ. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വന്നു കേട്ടോ. പക്ഷേ അടിയിലുള്ള പാർക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല വഴുക്കലുള്ള, വളരെ എന്താ പറയുക, ചിപ്പിത്തോട് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ ഒരു പാറക്കെട്ടാണ്. ഇത് കണ്ടോ, എണ്ണക്കല്ല് പോലത്തെ മണ്ണാണ്. മണ്ണല്ല, ഇത് കട്ടയുള്ള ഒരു പാറയാണ്. വെരി ഗുഡ്. ഇതൊരു വലിയ ഗർത്തം പോലത്തെ ഒരു സംഭവമാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ മീനുകൾ ഓടണം നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഫോൺ അത്ര കൂടിയ ഫോണൊന്നുമല്ല, അതുകൊണ്ട് നമുക്ക് മീനിനെ കാണാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും. ഇതുപോലെ അവിടെ എവിടെയായിട്ട് കുറേ കുഞ്ഞൻ കുഴികളുണ്ട്. ഇതെല്ലാം ആൾക്കാർക്ക്, അതായത് നീന്തൽ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ നീന്തി കുളിക്കാൻ പറ്റും. ഇതേ വെള്ളത്തിന്റെ താഴ്ഭാഗം അടി വരെ കാണാൻ പറ്റും. അത്രയ്ക്ക് ക്ലിയർ ആണ് വാട്ടർ.
പക്ഷെ ഞങ്ങളന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഓളങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ ആഴമൊന്നുമില്ല. നമുക്കിതിൻ്റെ ഏകദേശം ആ ബോർഡറിൽ ആ ബോള് കെട്ടിയിട്ടേക്കുന്നുണ്ട്, അതുവരെ നമുക്ക് ഇതിൽ കൂടെ നടന്നു പോവാം. ഇതിലൊരു പകുതി ഭാഗം കഴിയുമ്പോഴത്തേക്കും കാലെത്താത്ത കുഴികളൊക്കെ ഉണ്ട് അടിയിൽ. അപ്പം അതൊക്കെ ഒന്ന് നീന്താൻ അറിയാന്നുള്ളവർക്കാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ നിന്ന് നീന്തി അങ്ങനെ പോവാം. ആ ബോട്ട് കിടക്കുന്നതെല്ലാം നമ്മുടെ അതിർത്തിയാട്ടോ, ഇവരെ ഇങ്ങനെ വേർതിരിച്ചിട്ടിട്ടുണ്ട്. ബോട്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം അതിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻ ഏരിയ ഉണ്ട്. പെറ്റ് കണ്ടോ, പെറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. കുഞ്ഞു ബുഷ് ഉണ്ട് ഇവിടെ, ചെടികൾ. ശരിക്കും ഞാൻ ആദ്യം ഓർത്തത് റോസ്മേരി എന്നാണ് വിചാരിച്ചത്. അത്രയും അതുപോലത്തെ ഇലകളുള്ള ചെടിയാട്ടോ. അതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച് കണ്ടോ. ബീച്ചിൻ്റെ മനോഹാരിത കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിൽ തന്നെ വരണം. നമ്മൾ എവിടെ പോയാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ബീച്ച്. കാര്യം അറിയോ, അത് നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം തരും. എത്ര വിഷമം ഉണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ നമ്മൾ ഒരു കാര്യവും നടക്കുന്നില്ല, ജോലിയായില്ല, പഠിത്തം, ടെൻഷൻ, കുഞ്ഞുങ്ങളെ വിട്ടിട്ട് വന്ന അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്നൊരു സന്തോഷ സമാധാനം അത് ഒരിടത്തും കിട്ടാറില്ല. എൻ്റെ റിലാക്സിങ് ഏരിയ ആണ് ഈ ബീച്ച്. ഒരു ദിവസം ഞങ്ങളിവിടെ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഈ കാണുന്നില്ലേ, ദേ ഇത്തരത്തിലുള്ള വഴുക്കലുള്ള, അതായത് ചിപ്പിത്തോടാണ് അതെല്ലാം. ചിപ്പിത്തോട് ഇങ്ങനെ ഒട്ടി അതിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിപ്പുള്ളതുകൊണ്ട് നമുക്ക് കാല് വയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കര കുത്തല. പക്ഷെ നമ്മുടെ അവിടുത്തെ ബീച്ചിലെന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എത്ര ദൂരം വേണമെങ്കിൽ മണ്ണിൽ പോകും. പക്ഷെ ഭയങ്കര ഓളം, ഒരു രക്ഷയില്ലാത്ത ഓളങ്ങൾ അടിച്ച് നമ്മളിങ്ങനെ പേടിച്ചു പോകും. നീന്താൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഒട്ടും ഇറങ്ങാറില്ല കുളിക്കാനൊന്നും. പക്ഷെ ഇവിടെ നമുക്ക് എത്ര നീന്തൽ അറിയില്ലെങ്കിൽ നമുക്ക് കുളിക്കാം, അത്രയൊരു യൂസ് ഉണ്ട്. ഞങ്ങളൊരു ദിവസം എല്ലാവരും കൂടെ ചാടിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ. പക്ഷെ ഈ കാണുന്ന പോലെയെല്ലാം ഭയങ്കര ഉപ്പ് രസമാണ്. നമ്മുടെ അവിടുത്തെക്കാട്ടിലും ഒത്തിരി ഭയങ്കര രസമാണ്, ഭയങ്കര ഉപ്പ് രസമാണ്. അപ്പം ബീച്ചിന്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി മേളിൽ കുറച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, അപ്പം നമുക്ക് അതും കൂടെ കാണാം. ഞാൻ എന്തായാലും കുറച്ച് സമയം ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് ബാക്കി വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ മത്സരത്തിന് പോണ പോലെ ഉണ്ട് ബോട്ടുകൾ. ആൾക്കാരുടെ ഓണർഷിപ്പിലുള്ള ബോട്ടുകളുണ്ട് കേട്ടോ, ഒത്തിരി ബോട്ടുകൾ. എന്നുവെച്ചാൽ അവർക്ക് നമുക്കിവിടെ എൻജോയ്മെന്റ്, നമുക്ക് സ്കൂട്ടറും കാറും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബോട്ട് വേണം, മിക്കവർക്കും ബോട്ട് കാണും. പിന്നെ ഫിഷിംഗ് ബോട്ടുകളും ഉണ്ട്. അപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ നോക്കും മറ്റേ മോട്ടോർ ബൈക്കിലൊക്കെ ബാക്കിൽ ഇങ്ങനെ പുകക്കുഴലൊക്കെ പൊങ്ങി വെച്ചിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി പോണ പോലെ വെറൈറ്റി ആയിട്ട് സൗണ്ട് ഉണ്ടാക്കി ലോകം കിടക്കി പോണ ബോട്ടുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് റോക്സ് ആട്ടെ, ഇവിടെ കൂടെ ഇറങ്ങാൻ വലിയ പാടാണ്. പക്ഷെ നമുക്കിതുവഴി ചാടി താഴെ വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്നറിയോ, ദേ ഡക്കുകുട്ടന്മാര് കണ്ടോ, താറാവുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് കോഴിയെ കണ്ടില്ല ഇതുവരെ. ബീച്ചിൽ വരുമ്പോൾ താറാവിനെ കാണാൻ പറ്റും. ഇവരിവിടുത്തെ സ്ഥിരം താമസക്കാരാണ് വിശ്വാസം. ഇവർ എപ്പോൾ നോക്കിയാലും ഈ ബീച്ചിൽ തന്നെ ഉണ്ട്. ഇവരിവിടെ കൂടെ വന്ന് ഈ വെള്ളത്തിലൊക്കെ നീന്തി മീൻ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് നിന്നിട്ട് കണ്ടോ ഹോള്, ഇത് ആ പാലത്തിൻ്റെ അടിയിലുള്ള ഹോൾ, അതുവഴി കയറി പോകണമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ ആരോ വളർത്തുന്ന സംഭവമാട്ടോ ഇവന്മാരിവിടെയൊക്കെ ഉല്ലാസം നടക്കുക. ഇതാ വെള്ളത്തിൽ ചാടി, എന്നെ കണ്ടപ്പോൾ വെള്ളത്തിൽ ചാടി ഓടിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം കാണിച്ചു തരാം, കണ്ട ഓളങ്ങൾ മാത്രമേ ഉള്ളൂ. മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഓടിക്കളെ. ഇതേ ഇത്തരത്തിലുള്ള കുറച്ച് പായൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലിപ്പറിയാണ്, നമ്മൾ തള്ളിയിട്ട് കളയും ചിലപ്പോൾ. നിറയെ പായലുണ്ട്. ഇത് സ്പോഞ്ച് പോലുള്ള ഒരു തരം പായലാട്ടോ ഇത്. നമ്മളിങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ വഴുതി വെള്ളത്തിൽ പോകും. പക്ഷേ സൂപ്പറാട്ടോ, ഇവിടെ നീന്താൻ ആരും ചിന്തിക്കാൻ വയ്യ, അത്ര രസമാണ് ഇവിടെ നീന്താൻ വേണ്ടിയിട്ട്. അപ്പൊ ബീച്ചിന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? നമുക്കിനി അടുത്ത ദിവസം അടുത്ത സ്ഥലത്ത് പോവാം. ഒത്തിരി പ്ലേസ് ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഉള്ളവർ പറയുന്നത് വെച്ചാൽ കണ്ട് മടുത്തതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ലെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാനൊന്നൊരു മനസ്സുണ്ടെങ്കിൽ കാണാൻ പോകുന്ന ഒത്തിരി സ്ഥലങ്ങളുള്ളതാണ് മാൾട്ട. അടിപൊളിയാണ് രമ്മേ, പറക്കട്ടാ. അതിനെ ഇത് നോക്കി നടക്കാനാണ് അങ്ങനെ. അപ്പോൾ മാൾട്ടയുടെ ഈ വീതികളിലൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ബീച്ചും കണ്ട് സൂപ്പർ. കുഞ്ഞു പാർക്കുകളും സ്വിമ്മിംഗ് പൂളും ഉണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ. എന്റർടൈൻമെന്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിട്ട് ഇവിടുത്തത്.
മുക്കിന് പാർക്കുകളും ബീച്ചുകളും ഒക്കെയുള്ള സ്ഥലമാണ്. ബീച്ചിന്റെ വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കാം, കമന്റ് ചെയ്യുക. നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വയ്ക്കാൻ, ഞാൻ പുതിയ ആളാണ്, എനിക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യുക.